നമസ്കാരം, സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ എംപ്ലോയേഴ്സിലൊന്നായ റെയിൽവേയിലേക്ക് ഒരു വമ്പൻ റിക്രൂട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. 14 വിവിധ തസ്തികകളിലായിട്ട് 32,438ഓളം ഒഴിവുകളിലേക്കുള്ള റെയിൽവേയുടെ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. 32,000 സംതിങ് ഒഴിവുകൾ എന്ന് പറയുമ്പോഴും ആക്ച്വൽ ഒഴിവുകൾ അതിലൊക്കെ വളരെ കൂടുതൽ, ഏതാണ്ട് 50,000 വരെയൊക്കെ പോകാം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും ഒഴിവുകളിലേക്ക് മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഓർക്കുക, ഇതിൻ്റെ ഒരു ശമ്പളം ഏകദേശം ഒരു 30,000, 35,000 രൂപയൊക്കെ പ്രതിമാസം ലഭ്യമാകും. അപ്പോൾ ആ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ എവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലുള്ള തൊഴിൽ അവസരങ്ങളും കരിയർ അറിവുകളും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRBയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്പർ നിങ്ങൾക്കൊന്ന് നോട്ട് ചെയ്യാം. 08/2024 എന്നുള്ളതാണ്. 2025 ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലെവൽ 1 പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സ് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഈ വീഡിയോ ചെയ്യുന്ന ജനുവരി 23-ാം തീയതിയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അന്ന് മുതലാണ് നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്ത് തുടങ്ങാവുന്നത്. 2025 ഫെബ്രുവരി 22-ാം തീയതി വരെ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇതിനൊരു ചെറിയ ഫീസൊക്കെ ഉണ്ട്. അത് പേ ചെയ്യുവാനായിട്ട് 24 ഫെബ്രുവരി വരെ സമയമുണ്ട്. എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ അതിന് 6 മാർച്ച് വരെയും സമയമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്. അത് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ടോട്ടല് 32,432 ഒഴിവുകൾ, അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ആക്ച്വൽ ഇതിലൊക്കെ കൂടാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് 14ഓളം വിവിധ തസ്തികൾ പോസ്റ്റുകളിൽ ലെവൽ 1, അത് 7th പേ കമ്മീഷൻ പ്രകാരമുള്ള ശമ്പളമാണ് ഈ 18,000 എന്ന് സൂചിപ്പിക്കുന്നത്. നമുക്ക് ഒരു മാസം ഏകദേശം ഒരു 30,000, 35,000 രൂപ വരെയൊക്കെ ലഭ്യമാകുന്നതാണ്. എന്നാൽ പുതിയ ഈ ഒരു പേ കമ്മീഷനിൽ വരുന്ന മാറ്റങ്ങൾ വെച്ചിട്ട് ഇതിലൊക്കെ അധികമാകാനായിട്ടാണ്, ആക്ച്വൽ കയ്യിൽ കിട്ടുന്ന തുക, ശമ്പളം ഇതിലൊക്കെ അധികമാകാനായിട്ടാണ് സാധ്യത. ഏജ് ലിമിറ്റിൽ തന്നെ ഇവർ സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ ഇതിൽ 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അവസരം. എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അവസരം നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ ഒക്കെ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് ഒരു 3 വർഷത്തെ കൂടെ ഇളവ്, അതായത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഈ എലിജിബിൾ ആയിട്ടുള്ള കാറ്റഗറിക്ക് ചില റിലാക്സേഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ തീയതികൾക്കുള്ളിൽ ജനിച്ചവരായിരിക്കാം അപേക്ഷിക്കാൻ കഴിയുക എന്നാണ് സൂചിപ്പിക്കുന്നത്. അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 2/1/1989 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നത് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതിനൊരു എക്സാമിനേഷൻ ഫീ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ജനറൽ കാറ്റഗറിയിൽ 500 രൂപയായിരിക്കും എക്സാമിനേഷൻ ഫീ ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ ഈ CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, അത് എഴുതുന്നവർക്ക് 400 രൂപ റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആക്ച്വലി 100 രൂപ നിങ്ങൾക്ക് ഈ ഫീസ് ഇനത്തിൽ ചിലവാക്കേണ്ടി വരത്തുള്ളൂ. എന്നാൽ പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി, അംഗവൈകല്യമുള്ളവർ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ്, അല്ലെങ്കിൽ SC ST മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ ഒക്കെ ഉള്ളവർ, അല്ലെങ്കിൽ EBC എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിലൊക്കെ ഉള്ളവർക്ക് 250 രൂപയായിരിക്കും പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഈ 250 രൂപയും ഈ എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വെക്കാനായിട്ട് കാരണം ഈ അപേക്ഷിച്ച എക്സാം എഴുതാതെ മുങ്ങുന്നവർക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഓൺലൈനായിട്ട് അത് പേ ചെയ്യണം. എങ്ങനെയായിരിക്കും പേ ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്.
ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് നടക്കുക? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഇവർ സൂചിപ്പിക്കുന്നത് 4 വിവിധ അസസ്മെന്റുകളിലൂടെയായിരിക്കും ഇവരെ ഹയർ ചെയ്യുക. ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. 90 മിനിറ്റ് 1.5 മണിക്കൂറിന്റെ ഡ്യൂറേഷനുള്ള ടെസ്റ്റാണ്. അതിൽ 100 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാകുക. ചോദ്യങ്ങൾ ജനറൽ സയൻസ്, മാത്സ്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഈ 4 മേഖലകളിൽ നിന്നുള്ള 100 ചോദ്യങ്ങൾ 1.5 മണിക്കൂർ ടെസ്റ്റ് ആയിരിക്കും. മലയാളത്തിലൊക്കെ ഇത് എഴുതാമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നവർക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, PET. എന്താണെന്ന് ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. പിന്നീട് ഒരു ഡോക്യുമെന്റേഷൻ വെരിഫിക്കേഷൻ, നമ്മുടെ രേഖകളൊക്കെ പരിശോധിക്കുന്നു. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു സെലക്ഷൻ പ്രൊസീജിയർ എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഇവരിവിടെ നൽകുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതെന്തായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആൺകുട്ടികൾക്ക് നിങ്ങൾ 35 കിലോ വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് 100 മീറ്റർ 2 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ വെയിറ്റ് താഴെ ഇടേണ്ടത്. പെൺകുട്ടികളാണെങ്കിൽ 20 കിലോ വെയിറ്റ് കയ്യിൽ പിടിച്ചുകൊണ്ട് 100 മീറ്റേഴ്സ് 2 മിനിറ്റിനുള്ളിൽ പൂർത്തീകരിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആൺകുട്ടികൾക്ക് 1000 മീറ്റേഴ്സ്, അതായത് 1 കിലോമീറ്റർ 4 മിനിറ്റ് 15 സെക്കൻഡിന് ഉള്ളിൽ പൂർത്തീകരിക്കണം, ഓടണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1 കിലോമീറ്റർ ഓടാനായിട്ട് 5 മിനിറ്റ് 40 സെക്കൻഡ് സമയമാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ അത് പൂർത്തീകരിക്കണം എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഓർക്കുക, ഇപ്പോൾ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത് 32,438 ഒഴിവുകളാണ്. അത് കൂടാം എന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളമൊക്കെ ഉൾപ്പെടുന്ന സദേൺ റീജിയൻ, ചെന്നൈയുടെ കീഴിൽ എത്ര ഒഴിവുകളുണ്ട് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടോട്ടൽ 2694 ഒഴിവുകളാണ് ഈ സദേൺ റീജിയനിൽ ഉള്ളത്. അത് 14 വിവിധ തസ്തികകളിലായിട്ടായിരിക്കും ഇത്രയും ഒഴിവുകൾ. ഇവിടെ നിങ്ങൾക്ക് തസ്തികകൾ കാണാൻ സാധിക്കും. കൂടുതൽ അസിസ്റ്റന്റ് തസ്തികകളാണ്. S&T എന്ന് പറഞ്ഞാൽ സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. അങ്ങനെ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, ഇങ്ങനെ പല വിവിധ തസ്തികൾ നിങ്ങൾക്ക്, പോയിന്റ്സ്മാന്, ഇങ്ങനെ പല തസ്തികൾ, ട്രാക്ക് മെയിൻ്റനർ, ഇങ്ങനെ വിവിധ തസ്തികകളിലായിട്ടാണ് ഈ 2694 ഒഴിവുകൾ. അതിൽ തന്നെ അൺറിസർവ്ഡ് 1089 ഒഴിവുകളാണ്. ബാക്കി വിവിധ എലിജിബിൾ കാറ്റഗറിക്ക് റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് എന്ന് അറിയുക. അപ്പോൾ ഒരിക്കൽ കൂടി സൂചിപ്പിക്കട്ടെ, നിങ്ങൾക്ക് ഇതിന് അപേക്ഷ തുടങ്ങാവുന്നത് ജനുവരി 23-ാം തീയതി മുതൽ. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 22-ാം തീയതി രാത്രി വരെയാണ്. അത് നിങ്ങൾ അവസാന തീയതി വരെ വെയിറ്റ് ചെയ്യല്. ചിലപ്പോൾ ഈ സെർവറൊക്കെ ബിസി ആയിട്ട് അപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. അതുകൊണ്ട് ഈ നോട്ടിഫിക്കേഷൻ കേൾക്കുന്ന മുറയ്ക്ക് മിനിമം 10ാം ക്ലാസ്സോ ITI ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം ഇന്ത്യൻ റെയിൽവേയിൽ ലഭ്യമായിരിക്കുന്ന ഒരു വമ്പൻ റിക്രൂട്ട്മെന്റ്, ആ ഒരു അവസരം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. എന്തായാലും ഈ ഒരു അവസരം നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സോ ITI ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് നൽകാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാവുന്നതാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.